ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലൂസ് വേൾഡ്. ഇതേണ്ട അപ്പോൾ നമ്മുടെ റോസ് കട്ടിങ്ങിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു, നല്ല ഇതായിരുന്നു കേട്ടോ, നല്ല ഓർഡറായിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ചുകൂടെ ഉണ്ട്. അപ്പം നല്ല മഴയൊക്കെ അല്ലേ, അപ്പം ഞാൻ തോർന്ന് നിൽക്കുന്ന സമയത്ത് ഈ പൂക്കളുടെ വീഡിയോ ഒന്നുകൂടി ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 20 വെറൈറ്റീസ് അവൈലബിൾ ആണ്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഒരു കട്ടിങ് വെച്ചാകുമ്പോൾ ഓരോ കട്ടിങ് വെച്ചോ എത്ര കട്ടിങ് വെച്ച് വേണേലും നമുക്കിപ്പോൾ തരാനുണ്ട്. അതിൻ്റെ നിറച്ച് പൂക്കളായിട്ടുണ്ട് കേട്ടോ. ഒരു കട്ടിങ്ങിന് 20 രൂപ വെച്ചാണ് നമ്മൾ ഈടാക്കുന്നത്. അപ്പം ആവശ്യത്തിനുള്ള കട്ടിങ് ആയിട്ടുണ്ട്. അപ്പോൾ എന്നാന്ന് ചോദിച്ചാൽ ഞാനിവിടെ വേറെ ഒരു കാര്യം കൂടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. വേറെ ഒരു പൂ കണ്ടപ്പോൾ കേട്ടോ, എത്ര വെറൈറ്റീസ് ഉണ്ടെന്നറിയാമോ നമ്മുടെ കയ്യിൽ, ഇഷ്ടം പോലെയുണ്ട്. പിങ്കിൻ്റെ തന്നെ ഒരു 2-3 ടൈപ്പുണ്ട്. നമ്മുടെ വൈറ്റിൻ്റെ അതുപോലെ 4 എണ്ണമുണ്ട്. പിന്നെ അതുപോലെ പനീർ റോസയുണ്ട് കേട്ടോ ഈ പ്രാവശ്യം നമ്മുടെ കൂടെ. അപ്പം അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ മഴ ആയതുകൊണ്ട് ഈ സമയത്ത് വെറും മണ്ണും ചകിരിച്ചോറും അതിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതൊക്കെ നന്നായിട്ട് വരാനായിട്ട്. എന്നോട് എല്ലാവരും ചോദിക്കും ഇത് എങ്ങനെയാണ് പൂക്കുന്നതെന്ന്. പിന്നെ തണുപ്പ് ക്ലൈമറ്റിൻ്റെ ഉണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല ബ്ലാക്ക് DAP മേടിച്ച് അങ്ങോട്ട് തട്ടിക്കും, ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ നമ്മൾ എക്കാലക്സോ കരാട്ടയോ അങ്ങനെ കെമിക്കൽസ് മേടിച്ച് സ്പ്രേ ചെയ്താലും മതി കേട്ടോ. അത് റോസയ്ക്കൊക്കെ ഇച്ചിരി ഹാർഡായിട്ട് തന്നെ സ്പ്രേ ചെയ്യാം. പക്ഷേ സെൻസിറ്റീവ് പ്ലാന്റ്സൊക്കെ അടുത്തുണ്ടെങ്കിൽ അതിന് ലൈറ്റായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിനൊക്കെ ഒരു വെള്ളിച്ചയെന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അത് പിടിച്ച് കഴിയുമ്പോഴത്തേനും ഇത് മുരടിച്ച് വരുവേ. അതുകൊണ്ടാണ് കേട്ടോ. ഈ പിങ്കിൻ്റെ തന്നെ ഒരു സെക്ഷൻ അങ്ങനെ ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഇതുണ്ടോ, നല്ല ഇതുണ്ടോ, ബോണിക്കയാണ് കേട്ടോ റോസ്. ഇതുണ്ടോ എത്ര വെറൈറ്റീസ് ഉണ്ടെന്ന് നോക്കിയാൽ. എനിക്ക് ഒരു സെക്ഷനായിട്ട് തന്നെ ഇതുണ്ട്. പിന്നെ അടുത്തത് വേണ്ടി ഇതാണ്. അപ്പോൾ പൂവെല്ലാം അങ്ങ് കൊഴിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പം നമുക്കൊരു മുറ്റത്ത് അത്യാവശ്യം കേട്ടോ ഒരു പൂന്തോട്ടം ഉണ്ടാക്കാനുള്ള അത്രയും കട്ടിങ് ഉണ്ട് നമ്മുടെ കയ്യിലിപ്പം. അപ്പോൾ വേണ്ടവർ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക. 9496226601. എങ്ങനെ 9496226601. അപ്പം ഇത് പലരും എന്നോട് ഒത്തിരി കട്ടിങ്ങളായിട്ട് ചോദിച്ചിട്ടുമുണ്ട്. അവർക്കും എന്നോട് ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോൾ കമ്പുകളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് പുതിയത് അവൈലബിളാണ്. എങ്ങനെ വേണേലും ചെയ്യാം. ഞാൻ എൻ്റെ മമ്മിയുടെ വീട്ടിൽ വന്ന് കുറച്ച് കട്ടിങ് എടുക്കാനായിട്ട് വന്നിരിക്കുകയാണ്. മമ്മീൻ്റെ അവിടെ ഇഷ്ടംപോലെ ഉണ്ട് പൂവേ വീട്ടിലേ. അന്നേരം ഇപ്പം മമ്മി പറഞ്ഞ വെട്ടിക്കോളാൻ മനസ്സോടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് വെട്ടിക്കോളാൻ. ഞാൻ പറഞ്ഞ ഇപ്പോൾ വിട്ടാൽ ആഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോഴത്തേനും പൂത്തോളൂ എന്ന് പറഞ്ഞ് വെട്ടാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇത് കണ്ടോ അടുത്ത ഒരു വെറൈറ്റി. അപ്പോൾ എത്ര വെറൈറ്റീസ് ഉണ്ടെന്ന് നോക്കിക്കോ. അപ്പോൾ ആവശ്യത്തിന് കമ്പുകളും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടവർ വേഗം പോന്നോളൂ. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒത്തിരി വെറൈറ്റീസ് ഇപ്പം ഞാൻ വേറെ പിടിപ്പിക്കുന്നുണ്ട്, കുറച്ച് വാങ്ങിച്ച്. അപ്പോൾ അതിൻ്റെയൊക്കെ കമ്പായി കഴിയുമ്പോഴത്തേനും ഞാൻ വീഡിയോ ഇട്ടേക്കാം കേട്ടോ. സിമ്പിളായിട്ട് ഇതൊക്കെ ചെയ്താൽ മതി. പിന്നെ ഇതിനൊന്നും ഒത്തിരി പണികളൊന്നുമില്ല. പിന്നെ ഓരോരുത്തർക്ക് ഇതിൻ്റെ പൂവൊക്കെ കാണുമ്പോഴത്തേനും ഭയങ്കര സന്തോഷമാണ് ഇവിടെ എങ്ങനെയാണ് ഉണ്ടാകുന്നത്. പിന്നെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട്. ഒത്തിരി ചൂടുള്ള സ്ഥലത്ത് ചാണകപ്പൊടി കിളുത്ത് വരുന്ന സമയത്ത് ഇട്ട് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പ്ലാന്റ്സ് ആവിച്ച് പോവും. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അതുപോലെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് മെസ്സേജ് ഇട്ടിരുന്നാൽ മതി, ഞാൻ അതിന് റിപ്ലൈ തരാം. ഇതെങ്ങനെയാണ് പരിപാലിക്കേണ്ടതെന്നുള്ളതൊക്കെ. ഇതുപോലെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ നല്ല നീറ്റായിട്ടുള്ള കൊക്കോ ബീറ്റിൽ അതുപോലെ തന്നെ മണ്ണ്, നല്ല വൃത്തിയുള്ള മണ്ണും മതി കേട്ടോ. ഈ 2 സാധനത്തിൽ തന്നെ വെച്ചിട്ട് നമ്മുടെ മണ്ണുമായിട്ട് സെറ്റായതിന് ശേഷം ചെയ്താൽ മതി. അതുപോലെ ഞാൻ വെറും കട്ടിങ്ങായിട്ട് മാത്രമല്ല അയക്കുന്നത്, മണ്ണും ചകിരിച്ചോറും ആ മിശ്രിതത്തിൽ കട്ടിങ് വെച്ച് നല്ല നീറ്റായിട്ടാണ് നമ്മളിവിടുന്ന് പാക്ക് ചെയ്ത് അയക്കുന്നത്. പിന്നെ ഇത് പിടിപ്പിച്ചെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു കഴിവാണ്. പിന്നെ റൂട്ടക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പക്ഷേ അതിലൊക്കെ ഇവിടെ പിന്നെ എങ്ങനെ കുത്തിയാലും ഈ റോസക്കമ്പുകൾ പിടിക്കും. പിന്നെ ചൂടുള്ള സ്ഥലത്ത് ഒരു 2-3 ഒക്കെ ചിലപ്പോൾ പോയെന്നൊക്കെ ഇരിക്കും. എങ്കിലും ഇത് 20 എണ്ണമൊക്കെ ആകുമ്പോഴത്തേനും ഒരു 10-16 എണ്ണമെങ്കിലും ഉറപ്പായിട്ട് പിടിക്കും. അപ്പം ഞാൻ ഞങ്ങളുടെ പാക്കിങ്ങിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ. ഈ ലാസ്റ്റത്തെ ഇതൊന്ന് കണ്ടു നോക്ക്. ഇത് കണ്ടോ, നമ്മൾ ഓർഡർ വന്നിരിക്കുന്നത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുവാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല സേഫായിട്ട് തന്നെ കൈകളിലെത്തിക്കും. അതേ ഫ്രഷ്നെസ്സോട് കൂടി തന്നെ നമ്മൾ കൈകളിലെത്തിക്കും കേട്ടോ.
അപ്പോൾ ഇതിൻ്റെ ഒത്തിരി ഇതൊക്കെ 20 കട്ടിങ് ഓർഡർ ചെയ്തവരാണ്. 20 കട്ടിങ് മേടിക്കുന്നവർക്കൊക്കെ 2 കട്ടിങ് ഫ്രീ ഉണ്ട്. 10 മേടിക്കുന്നവർക്കും നമ്മൾ വെക്കുന്നുണ്ട് കേട്ടോ, വിഷമിക്കുകയൊന്നും വേണ്ട. പുറത്ത് നല്ല മഴ നടക്കുകയാണ്, നോക്കിക്കോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. ഓക്കെ.